ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് പ്രീവിയസ് ഇയർ, PY എന്ന് വിളിക്കും. സെക്ഷൻ 3യിലാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ദ ഫൈനാൻഷ്യൽ ഇയർ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിംഗ് ദ അസസ്മെന്റ് ഇയർ ഈസ് കോൾഡ് പ്രീവിയസ് ഇയർ. അസസ്മെന്റ് ഇയറിന് തൊട്ട് മുൻപുള്ള ഫൈനാൻഷ്യൽ ഇയറിനെയാണ് നമ്മൾ പ്രീവിയസ് ഇയർ എന്ന് വിളിക്കുന്നത്. അസസ്മെന്റ് ഇയറിന് തൊട്ട് മുൻപുള്ള ഫൈനാൻഷ്യൽ ഇയർ, അതാണ് പ്രീവിയസ് ഇയർ എന്ന് അറിയപ്പെടുന്നത്. If the current financial year is 1/4/2022, 31/3/2021, the relevant previous year is 2019-2020. That is from 1/4/2019 to 31/3/2020. അതായത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കറണ്ട് ഫൈനാൻഷ്യൽ ഇയർ ആയ അല്ലെങ്കിൽ അസസ്മെന്റ് ഇയർ 1/4/2020 മുതൽ 31/3/2021 വരെയാണെന്ന് കരുതുക. അതായത് ഏപ്രിൽ 1 2020 മുതൽ മാർച്ച് 31 2021 വരെയാണ് നമ്മുടെ അസസ്മെന്റ് ഇയർ എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അതാണ് നമ്മുടെ കറണ്ട് ഫൈനാൻഷ്യൽ ഇയർ. അങ്ങനെയാണെങ്കിൽ അതിന് മുൻപുള്ള ഫൈനാൻഷ്യൽ ഇയർ അല്ലെങ്കിൽ അതിന് മുൻപുള്ള 12 മാസം, അതായത് 2019-2020 കാലഘട്ടമായിരിക്കും പ്രീവിയസ് ഇയർ. ഇത്തിരി കൂടി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 2019 ഏപ്രിൽ 1 മുതൽ 2020 മാർച്ച് 31 വരെ ആയിരിക്കും പ്രീവിയസ് ഇയർ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ ചോദ്യം ചോദിക്കുകയാണ്, നമ്മുടെ അസസ്മെന്റ് ഇയർ 2018-2019 ആണെങ്കിൽ പ്രീവിയസ് ഇയർ ഏതായിരിക്കും? ആൻസർ കമന്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പ്രീവിയസ് ഇയർ 2015-2016 ആണെങ്കിൽ അസസ്മെന്റ് ഇയർ ഏതായിരിക്കും? അതിന്റെ ആൻസർ കമന്റ് ചെയ്യുക. ടാക്സബിൾ ഇൻകം ആൻഡ് ടാക്സ് ആർ കമ്പ്യൂട്ടഡ് വിത്ത് റെഫറൻസ് ടു ദ റെലവന്റ് പ്രീവിയസ് ഇയർ. നമ്മൾ നേരത്തെ ഒത്തിരി തവണ കണ്ടതാണ്. ടാക്സബിൾ ഇൻകം അല്ലെങ്കിൽ ടാക്സ് ഇതൊക്കെ കണ്ടുപിടിക്കുന്നത് പ്രീവിയസ് ഇയറിനെ ബേസിലാണ് അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിലെയാണ് കണ്ടുപിടിക്കുന്നത്. അതിന്റെ റിട്ടേൺ ഫയൽ ചെയ്യുന്നത് എന്നാണ്? അതിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യുക. അത് നിങ്ങൾക്ക് അറിയാം, മനസ്സിലാക്കുക. ടാക്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടേഷൻ അത് നമ്മൾ എപ്പോഴും പ്രീവിയസ് ഇയറിനെ ബേസ് ചെയ്താണ്, പ്രീവിയസ് ഇയറിലെയാണ് ചെയ്യുന്നത്. പ്രീവിയസ് ഇയറിനെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 3. PY എന്ന ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്ന പ്രീവിയസ് ഇയർ ആണ്. ഓക്കെ, നമുക്ക് മറ്റൊരു കാര്യം കാണാം. ബിസിനസ് ഓർ പ്രൊഫഷൻ ന്യൂലി സെറ്റപ്പ് ഡ്യൂറിംഗ് ദ ഫൈനാൻഷ്യൽ ഇയർ. ഇതെല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ്. ഇപ്പൊ എല്ലാവർക്കും അറിയാം, ഒരു ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞാൽ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ 1 അവസാനിക്കുന്നത് അടുത്ത വർഷം മാർച്ച് 31 അതായത് 2019 ഏപ്രിൽ 1 സ്റ്റാർട്ട് ചെയ്താൽ അത് അവസാനിക്കുന്നത് 2020 മാർച്ച് 31 ഇങ്ങനെയാണ് നമ്മുടെ ഫൈനാൻഷ്യൽ ഇയറിന്റെ ഒരു രീതി. ഇവിടെ ഒരു സാഹചര്യം ഉരുത്തിരിയുകയാണ്. ഞാനൊരു ബിസിനസ് തുടങ്ങുകയാണ് അല്ലെങ്കിൽ പ്രൊഫഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അത് ഓഗസ്റ്റ് മാസത്തിലാണ് തുടങ്ങിയതെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും അതിന്റെ നമ്മൾ പ്രീവിയസ് ഇയർ കണ്ടെത്തുന്നത്? അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും അതിന്റെ ഒരു കാൽക്കുലേഷൻ? ഒരു കൺഫ്യൂഷൻ വരും. കാരണം പറഞ്ഞേക്കണേ എന്താ, നമ്മൾ ഇതുവരെ കേട്ടത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ ആ ഒരു കാലഘട്ടത്തെ കുറിച്ചാണ് നമ്മൾ ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞപ്പോഴും അല്ലെങ്കിൽ അസസ്മെന്റ് ഇയർ എന്ന് പറഞ്ഞപ്പോഴും പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞപ്പോഴൊക്കെ നമ്മൾ കേട്ടത്. അപ്പൊ നമുക്കൊരു സംശയമുണ്ട്. ബിസിനസ് ഓർ പ്രൊഫഷൻ ന്യൂലി സെറ്റപ്പ് ഡ്യൂറിംഗ് ദ ഫൈനാൻഷ്യൽ ഇയർ. ഒരു ഫൈനാൻഷ്യൽ ഇയറിന് ഇടയ്ക്ക് വെച്ച്, മധ്യഭാഗത്തോ തുടക്കത്തിലോ അവസാന ഭാഗത്തോ വെച്ച് ഒരു ബിസിനസ്സോ പ്രൊഫഷനോ സെറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും അതിന്റെ പ്രീവിയസ് ഇയർ കാണാം. വേറെ ബിസിനസ് ഓർ പ്രൊഫഷൻ ഈസ് ന്യൂലി സെറ്റപ്പ് or a source of income newly coming into the existence during the year, the previous year shall be. നോക്കാം previous year എങ്ങനെയാണ്. The period beginning with the date of setting up of business or profession and ending with the set financial year. അതായത് എന്നാണോ ബിസിനസ് ഓർ പ്രൊഫഷൻ സെറ്റപ്പ് ചെയ്തത് ആ ഡേറ്റ് മുതൽ അത് കഴിഞ്ഞു വരുന്ന മാർച്ച് 31 വരെ ആയിരിക്കും ആ ബിസിനസിന്റെ പ്രീവിയസ് ഇയർ ആയിട്ട് കണക്കാക്കുന്നത്. ഞാൻ ഓഗസ്റ്റിലാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ ആ ഓഗസ്റ്റിലെ ആ ഡേറ്റ് മുതൽ അത് കഴിഞ്ഞു വരുന്ന ഇനി വരുന്ന മാർച്ച് 31 വരെ ആയിരിക്കും ആ ബിസിനസിനെ സംബന്ധിച്ച് പ്രീവിയസ് ഇയർ.
നമുക്കിത് ഒരു ഉദാഹരണത്തിന്റെ സഹായത്തോടെ കൂടുതൽ വ്യക്തമാക്കാം. എ ബിസിനസ് ഈസ് സെറ്റപ്പ് ഓൺ 1st December 2019. The previous year is from 1st December 2019 to 31st March 2020. 4 മാസത്തെ കാലഘട്ടം. അതായത് ഡിസംബർ 1 ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ആ ബിസിനസിന്റെ പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞാൽ ഡിസംബർ മാസം, ജനുവരി മാസം, ഫെബ്രുവരി മാസം, മാർച്ച് മാസം. അങ്ങനെ 4 മാസമായിരിക്കും. അല്ലെങ്കിൽ ആ തുടങ്ങിയ ദിവസം മുതൽ മാർച്ച് 31 വരെ, പിന്നീട് വരുന്ന മാർച്ച് 31. കണ്ടില്ലേ? 2021 അല്ല, 2022 അല്ല. ആ ഡിസംബർ കഴിഞ്ഞാൽ അടുത്ത മാർച്ച് എന്ന് പറഞ്ഞാൽ 2020 മാർച്ച് 31 ആ കാലഘട്ടം. അതായത് 4 മാസം. സാധാരണഗതിയിൽ എങ്ങനെയാ? നോർമൽ രീതിയിൽ എങ്ങനെയാ? ഏപ്രിൽ 1 മുതൽ പിന്നീട് വരുന്ന മാർച്ച് 31 വരെ. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഇടയ്ക്ക് വെച്ചൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എന്നാണോ സ്റ്റാർട്ട് ചെയ്ത് അന്ന് മുതൽ ഇനി വരുന്ന മാർച്ച് 31 വരെ ആയിരിക്കും പ്രീവിയസ് ഇയർ. ഈ കാര്യം തീർച്ചയായിട്ടും ഓർത്തിരിക്കും. Thus the first previous year may be a period less than 12 months but not afterwards. ഇവിടെ പറയുന്നത് ഒരു ബിസിനസ്സിനെയോ പ്രൊഫഷനെയോ എന്തിനെങ്കിലും സംബന്ധിച്ച് ആദ്യത്തെ പ്രീവിയസ് ഇയർ വേണമെങ്കിൽ 12 മാസത്തിൽ കുറവായിരിക്കും. നമ്മൾ ഈ സാഹചര്യത്തിൽ കണ്ടു 4 മാസമേ ഉള്ളൂ. പക്ഷെ പിന്നീട് അത് സാധ്യമല്ല. നിങ്ങൾ ചിന്തിക്കുക, ഈ ബിസിനസ് ഇനി മുന്നോട്ട് പോവുക. അതായത് 2020 മാർച്ച് 31 ശേഷം അടുത്ത പ്രീവിയസ് ഇയർ എങ്ങനെയായിരിക്കും? തീർച്ചയായിട്ടും 2020 ഏപ്രിൽ 1 മുതൽ 2021 മാർച്ച് 31 വരെ ആയിരിക്കും. പിന്നീട് എല്ലാ വർഷവും 12 മാസം കംപ്ലീറ്റ് ചെയ്തു പോകും. ഈ തുടങ്ങിയ ഒരു വർഷം മാത്രം 4 മാസം. അതായത് ഒരു ബിസിനസ്സിനെയോ പ്രൊഫഷനെയോ ഒക്കെ സംബന്ധിച്ച് ആദ്യത്തെ ഒരു വർഷം മാത്രം വേണമെങ്കിൽ പ്രീവിയസ് ഇയർ 12 വർഷത്തിൽ താഴെയായിരിക്കും. അപ്പോൾ ഞാൻ ഒരു ചോദ്യം ചോദിക്കുക, പ്രീവിയസ് ഇയർ എപ്പോഴും 12 വർഷമായിരിക്കും, ശരിയോ തെറ്റോ? 12 വർഷമല്ല, 12 മാസമായിരിക്കും, ശരിയോ തെറ്റോ? പ്രീവിയസ് ഇയർ എപ്പോഴും 12 മാസമായിരിക്കും, ശരിയോ തെറ്റോ? നിങ്ങൾ അതിന്റെ ഉത്തരം പറഞ്ഞേ. ഒരു കാര്യം ഓർക്കണം, ഈ ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യം തെറ്റാണ്. കാരണം ആദ്യ ഒരു വർഷം വേണമെങ്കിൽ 12 മാസത്തിൽ കുറവായിരിക്കാം. അതിന്റെ ഉദാഹരണം നമ്മളിപ്പോ കണ്ടത്. പിന്നീടുള്ള വർഷം പക്ഷേ 12 മാസം ആയിരിക്കും. ഓക്കെ, ഈ ഒരു കാര്യം നിങ്ങൾക്ക് വ്യക്തമായെന്ന് വിചാരിക്കുകയാണ്. നമുക്ക് മറ്റൊരു ഉദാഹരണത്തിലേക്ക് നോക്കാം. ഫ്രെഡി ഈസ് റണ്ണിങ് എ ബിസിനസ് ഫ്രം 2009 ഓൺവേർഡ്സ്. ഫ്രെഡി എന്ന വ്യക്തി ഒരു ബിസിനസ് നടത്തുവാണ്. 2009 ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത്. ഡിറ്റർമിൻ ദ പ്രീവിയസ് ഇയർ ഫ്രം ദ അസസ്മെന്റ് ഇയർ 2020 to 2021. ഇതിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഒരു 5 സെക്കൻഡ് സമയമുണ്ട്. അദ്ദേഹം ബിസിനസ് 2009 സ്റ്റാർട്ട് ചെയ്തു. പിന്നീട് പറയുന്നത് 2020-21 അസസ്മെന്റ് ഇയർ ആണെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രീവിയസ് ഇയർ എന്നാണ്. അതാണ് ചോദ്യം. ഓക്കെ, എന്റെ ആൻസർ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പ്രീവിയസ് ഇയർ ഈസ് ഫ്രം 1/4/2019 to 31/3/2020. ഒരു കാര്യം ക്ലിയർ ആണെന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, അടുത്താണ് ഡോക്ടർ ഇട്ടി സെറ്റ്സ് എ നഴ്സിംഗ് ഹോം ഓൺ 1st July 2019. Determine the previous year for the assessment year 2020 to 2020. ഇട്ടി എന്ന ഡോക്ടർ ജൂലൈ മാസം 1-ാം തീയതി ഒരു ക്ലിനിക് അല്ലെങ്കിൽ നഴ്സിംഗ് ഹോം സ്റ്റാർട്ട് ചെയ്തു. ആ പ്രൊഫഷന്റെ പ്രീവിയസ് ഇയർ ഏതായിരിക്കും? അസസ്മെന്റ് ഇയർ പറഞ്ഞിട്ടുണ്ട് 2021 ആണ്. ആ പ്രീവിയസ് ഇയർ കാലാവധി അല്ലെ കാലഘട്ടം എങ്ങനെയായിരിക്കും? നിങ്ങൾക്ക് അതിന്റെ ആൻസർ കമന്റ് ചെയ്യാം. അല്പം സമയമെടുത്ത് ചിന്തിക്കാം ഞാൻ ഈ പറയുന്ന സമയം. അതിനുശേഷം ആൻസർ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് അവിടെ ഉത്തരം കാണുവാൻ സാധിക്കുന്നു. 1/7/2019 മുതൽ 31/3/2020 വരെ ആയിരിക്കും. 9 മാസമായിരിക്കും. സംശയങ്ങളില്ല എന്ന് വിചാരിക്കുന്നു. സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഒരു 5 ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ഇതിന്റെ എല്ലാ ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യുക. വാട്ട് ഈസ് പ്രീവിയസ് ഇയർ? പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പലതവണ കേട്ടതാ എന്താണ് പ്രീവിയസ് ഇയർ എന്ന്. പ്രീവിയസ് ഇയർ അല്ലെങ്കിൽ എന്താണ് പ്രീവിയസ് ഇയറിന്റെ പ്രാധാന്യത? എല്ലാവരും ചിന്തിച്ച പ്രീവിയസ് ഇയർ എന്താണ് അതിന്റെ പ്രാധാന്യത? എല്ലാവർക്കും ചിന്തിക്കാവുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് അസസ്മെന്റ് ഇയർ? അസസ്മെന്റ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താണ് അസസ്മെന്റ് ഇയറിന്റെ പ്രത്യേകത? എന്താണ് പ്രീവിയസ് ഇയറും അസസ്മെന്റ് ഇയറും തമ്മിലുള്ള ബന്ധം? അടുത്താണ്, ഹു ഈസ് അസസ്സി? ആരാണ് അസസ്സി എന്നറിയപ്പെടുന്നത്? അസസ്സി എന്ന് പറഞ്ഞാൽ ആരാണ്? വളരെ വ്യക്തമായ ചോദ്യമാണ്. അസസ്സി ആരാണെന്ന് കമന്റ് ചെയ്യുക. കറന്റ് പ്രീവിയസ് ഇയർ, നമ്മുടെ ഇപ്പോഴത്തെ പ്രീവിയസ് ഇയർ ഏതാണെന്ന് കമന്റ് ചെയ്യുക.
കറണ്ട് അസസ്മെന്റ് ഇയർ, നമ്മുടെ ഇപ്പോഴത്തെ അസസ്മെന്റ് ഇയർ ഏതാണെന്നും കമന്റ് ചെയ്യുക. ഓക്കെ, നമ്മുടെ ഈ ഇന്നത്തെ ടോപ്പിക് അവസാനിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ടോപ്പിക് ആയിരുന്നു പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിനെ കുറിച്ച് നമ്മൾ കണ്ടു. അതുപോലെ ഒരു ന്യൂ ബിസിനസ് ഓർ പ്രൊഫഷൻ ഒരു ഫൈനാൻഷ്യൽ ഇയറിന് ഇടയ്ക്ക് വെച്ച് സെറ്റപ്പ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അതിന്റെ പ്രീവിയസ് ഇയർ എങ്ങനെയാണ് കണ്ടെത്തുന്നത്, എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ചോദ്യം, പ്രീവിയസ് ഇയർ അതിന്റെ കാലാവധി എല്ലാ വർഷവും 12 മാസം ആണെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ ഇല്ലയോ? ഓക്കെ, നമ്മുടെ ക്ലാസ് ഇന്നിവിടെ അവസാനിക്കുകയാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.